ഹലോ ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ചൊവ്വാഴ്ചത്തെ വീഡിയോ ആണ്. ഒരു 5 മണിയായപ്പോ നമ്മൾ പുറപ്പെട്ടതാണ്. ചെറിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നേ മൂന്നാർക്ക്. അങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആരൊക്കെയാന്ന് ഇതിൽ കാണാലോ. മനുചേട്ടന്റെ പ്ലാനിങ് ആണ് കേട്ടോ ഈ ട്രിപ്പ്. അപ്പൊ അതാ മനുചേട്ടൻ, സനേഷേട്ടൻ, പ്രിൻസി ചേച്ചി, ഈഹു, നീരവ്, ഞാൻ, അങ്ങനെ എല്ലാരും കൂടിയിട്ട് ഒരു കുഞ്ഞി ട്രിപ്പ്, ഫാമിലി ട്രിപ്പ് കേട്ടോ. രാവിലെ 5 മണിക്ക് പുറപ്പെട്ടതാണ് കേട്ടോ. പിന്നെ ഇതാ ഇപ്പൊ നേരം വെളുത്തു. പിള്ളേരൊക്കെ നല്ല ഉറക്കായിരുന്നു. നമ്മൾ വലിയ കാര്യമായിട്ട് ഉറങ്ങിയില്ല, പിള്ളേരെ മാത്രം ഉറക്കി. നമ്മൾ അവിടെ കത്തിയടിച്ചിരിക്കുന്നതായിരുന്നു കേട്ടോ. നേരത്തെ എണീറ്റോണ്ടാ തോന്നുന്നു. ഞങ്ങൾക്ക് ഒരു 8 മണിയൊക്കെ ആയപ്പോ നല്ല വിശപ്പായേ. അപ്പൊ നമ്മൾ ചെറുതായിട്ടൊന്ന് ഹോട്ടലിൽ കയറി. എല്ലാവരും വാഷ്റൂമിൽ കയറിയപ്പോൾ നമ്മളോട് പോസ്റ്റ് അടിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോൾ അതാ അവിടെ ഒരു ബോർഡിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് മെനു എന്തൊക്കെയാ ഉള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുകയായിരുന്നു. ഭയങ്കര ഗംഭീരമായിട്ട് ഞാൻ നോക്കുന്നുണ്ടെങ്കിലും അവസാനം എന്താ വേണ്ടേ ചോദിക്കുമ്പോൾ സനേഷ് ചേട്ടൻ എന്താ വേണ്ടതെന്ന് ഞാൻ ചോദിക്കട്ടെ. ചേട്ടൻ എന്താ മേടിക്കണം അതിൻ്റെ ഞാനും മേടിക്കുക ഉദ്ദേശിക്കുക. അപ്പോൾ വലിയ കാര്യമായിട്ട് നോക്കിയിട്ടൊന്നും കാര്യമില്ല. ഈഹൊക്കെ താ മിടുക്കത്തിയായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കേണ്ടത് എന്താ ഫുഡ് വരണേന്ന് നോക്കിയിട്ടാവും. പാവം അതിനൊന്നും മനസ്സിലായിട്ടില്ല. നമ്മൾ 3 ഗീ റോസ്റ്റ് മേടിച്ചേ, ചേച്ചി മസാല ദോശ, ചേട്ടൻ ഇഡ്ഡലി, അങ്ങനെ എല്ലാവരും കൂടെ അടിപൊളിയായിട്ട് ഫുഡ് അടിച്ചു. സാധാരണ എനിക്ക് ഈ ദോശ ടൈപ്പ് സാധനങ്ങളൊന്നും എവിടെ പോയാലും ഇഷ്ടമാവാറില്ല കേട്ടോ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല മുരിഞ്ഞ അടിപൊളി, എന്താ പറയുക, ഒരു ക്രിസ്പിനെസ് ഒക്കെ ഉണ്ടായിരുന്നതിൽ. നല്ല ഒരു പുതിനയില ചട്നി എല്ലാം അടിപൊളിയായിരുന്നു. സാമ്പാറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ കുറേ നേരം ഞാൻ പിടിച്ചിട്ട് ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ കഴിച്ചു. അങ്ങനെ എല്ലാവരുടെയും ഫുഡ് അടി കഴിഞ്ഞ് നമ്മളിത് ഇറങ്ങുമ്പോൾ മഴ ചാറി കിടന്നു കേട്ടോ. അപ്പോൾ ചേട്ടൻ കാറും കൊണ്ട് ഇങ്ങോട്ട് വന്നു. അങ്ങനെ നമ്മൾ കയറി. ഇതായിരുന്നു കേട്ടോ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. പെരുമ്പാവൂരുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ അത്. അങ്ങനെ ഇതാ നമ്മൾ പോണ വഴിക്ക് ഇതാ ഇങ്ങനെ ഒരു പാലം കണ്ടു. ഇതൊരു ഫേമസ് പാലമാണെന്ന് തോന്നുന്നു. ചേട്ടൻ നല്ല രീതിക്ക് വീഡിയോ എടുത്തിടുന്നു. അങ്ങനെ നമ്മുടെ സ്ഥലം എത്താറാവണ വഴിക്കൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാലേ പോണ വഴിക്ക് നല്ല മഴയുണ്ടായിരുന്നു. നമുക്കൊന്ന് പുറത്തിറങ്ങണം എന്ന് വിചാരിച്ചാലും മഴ കാരണം ഇറങ്ങാൻ മടിച്ചിട്ട് നമ്മൾ വണ്ടിയിൽ തന്നെ ഇരുന്നു. പിന്നെ നമ്മുടെ ചേട്ടന്മാരുണ്ടല്ലോ, അവർ തന്നെയാണ് കേട്ടോ ഈ വീഡിയോസൊക്കെ എടുത്ത് തന്നാണ്. നമ്മൾ മടി പിടിച്ച് അതിൻ്റെ ഉള്ളിൽ ഇരിപ്പ് തന്നെയായിരുന്നു. എനിക്കിങ്ങനെ സ്ട്രീറ്റിൽ ഇങ്ങനെ വിൽക്കാൻ വെക്കില്ല, അതൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. നോക്കിയിരിക്കുക. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു വീഡിയോ എടുത്തതാണ്. അങ്ങനെ ഇതാ നമ്മൾ പോണ വഴിക്ക് കുറേ വെള്ളച്ചാട്ടങ്ങൾ ചെറുതും വലുതുമായിട്ട് കുറേ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളതൊക്കെ വീഡിയോ എടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക തന്നെയാണ്. പിന്നെ നമ്മൾ ഈ കുന്നുകളൊക്കെ കാണുമ്പോൾ വീഡിയോ എടുക്കാൻ നോക്കുമ്പോൾ പറ്റണില്ല കേട്ടോ. ഇങ്ങനെ കോട നടന്നിട്ട് ആകെ മഴയും ചാറുന്നുണ്ടായിരുന്നു. മൊത്തത്തിലാകെ കുറേ ഫോട്ടോസ് അങ്ങനെയും പോയി. എന്നാലും പറ്റണ രീതിക്കൊക്കെ എടുത്തു കേട്ടോ. അങ്ങനെ പോണ വഴിക്ക് നല്ലൊരു കോടയും എല്ലാം കൂടെ ഒരുമിച്ച് നല്ല ഭംഗിയിൽ കണ്ടപ്പോൾ നമ്മളൊന്ന് വണ്ടി ഇറങ്ങിയിട്ട് വീഡിയോ എടുക്കായിരുന്നു. അപ്പോൾ ചേട്ടനൊക്കെ നല്ല രീതിക്ക് വീഡിയോ പിടിക്കും. സനേഷ് ചേട്ടൻ ഇതിലെ പ്രകൃതി രമണീയത കാണിച്ചിട്ടുള്ള കുറേ വീഡിയോസ് സനേഷ് ചേട്ടൻ തന്നെയാണ് കേട്ടോ. 6 മണിക്കൂറത്തെ യാത്രയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ 10 മണിക്ക് ആവണ സമയത്ത് ഈഹുവിന് സിർലാക്കൊക്കെ കലക്കി കൊടുക്കണ സമയമാണ്. അതിൻ്റെ ഇടയിൽ നീരവിന് ടേസ്റ്റ് അറിയാൻ വേണ്ടി ചേച്ചി കുറച്ച് കയ്യിൽ കൊടുത്തു വിടണേ. നീരവിന് ഇഷ്ടപ്പെട്ടു തോന്നുന്നു. അവൻ ഇങ്ങനെ കയ്യിൽ കഴിക്കുമ്പോൾ സനേഷേട്ടൻ പറയുന്നുണ്ട് കേട്ടോ, ബേബി ആയിരുന്ന സമയത്ത് നിനക്ക് തന്നു കിടന്നു. അവനതൊന്നും യാതൊരു ഓർമ്മയും ഇല്ല. നമ്മൾ പറയാനുണ്ട് ചെറുപ്പത്തിൽ നീ ചോറൊന്നും കഴിക്കില്ല, ഇതന്നെയാണെന്നു സത്യം തന്നെയാണെന്നോട്ടെ പറഞ്ഞു നടന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും കുറച്ച് കപ്പലണ്ടിയൊക്കെ എടുത്തിട്ട് കഴിക്കായിരുന്നു കേട്ടോ. എനിക്കും ആകെ എല്ലാവരും ഫുഡ് കഴിക്കണാണ്ട് ഇപ്പോൾ വിശക്കാൻ തുടങ്ങിയേക്കിടും. ഇത് മൂന്നാറിലെ സ്വന്തം പെൻസ്റ്റോക്ക് പൈപ്പാണ് കേട്ടോ.
അതിൻ്റെ ഇടയിൽ പറഞ്ഞില്ലല്ലോ, നീരവന് നല്ല രീതിക്ക് ഛർദിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കഴിച്ചതൊക്കെ വഴിയിൽ ഇങ്ങനെ ഛർദിച്ചുകൊണ്ട് പോയി തന്നെയായിരുന്നു. അപ്പം അവനൊന്ന് ചാർജ് കയറ്റാനും കൂടി കേട്ടോ അങ്ങനെ കയറ്റിയത്. പിന്നെ അത് മാത്രമല്ല കേട്ടോ, കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് വയ്യ, ഉറങ്ങിയാൽ മതി, കിടന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഒരു സൈഡിൽ ഒതുങ്ങി. അപ്പോൾ പിന്നെ നമുക്ക് മനസ്സിലായി വിശക്കാൻ തുടങ്ങി കുട്ടികൾക്ക് എന്ന്. അപ്പം അതുകൊണ്ട് കൂടി കേട്ടോ അങ്ങനെ കയറ്റിയത്. മനുഷ്യേട്ടൻ നല്ല രീതിക്ക് ഹൂന കളിപ്പിക്കുന്നുണ്ട് കേട്ടോ, ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ ഇറങ്ങുമ്പോൾ നീരവന് കഴിക്കാനൊക്കെ ആയിട്ട് ബെന്നും സംഭവങ്ങളൊക്കെ മേടിച്ചെൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട്. അതാണ് ഞാൻ അവനോട് എന്തോ തരാൻ നിന്നപ്പോൾ പിടിച്ചു എന്ന് തന്നെ പറയണത്. കുടിക്കാൻ വെള്ളം എല്ലാം മേടിച്ചിട്ട് പിന്നെ നമ്മൾ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോവുകയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആദ്യം പോണത് ആനയിറങ്കൽ ഡാമിലേക്കാണ്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മഴ ചാറിൽ നിൽക്കുമ്പോഴും പിന്നെ അത് ആ പച്ചപ്പ് തേയിലത്തോട്ടം കാണുമ്പോഴും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ കുറേ വീഡിയോ ഇങ്ങനെ എടുത്ത് കിടന്നു കേട്ടോ. ഫോട്ടോസും എല്ലാം നല്ല രസമായിരുന്നു കാണാനൊക്കെ ആയിട്ട്. കുറേ ടൂറിസ്റ്റുകൾ ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മളതിൻ്റെ ഇടയിലൊക്കെ ഇറങ്ങി വണ്ടിയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇറങ്ങി ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി നിൽക്കുന്നതായിരുന്നു. നല്ല രീതിക്ക് കോടയൊക്കെ കാണുമ്പോൾ അങ്ങനെ വീഡിയോസും ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുക്കാൻ തുടങ്ങും കേട്ടോ. പിന്നെ മഴയ്ക്ക് ഇത്തിരി ശമനം കൂടി ഉണ്ടായിരുന്നേ. കുറച്ച് ദൂരം പോയപ്പോഴാട്ടോ അങ്ങനെ ചോളം വേവിച്ച് കണ്ടെന്നാൽ പിന്നെ അതൊന്ന് മേടിച്ചിട്ട് പോവാ വിചാരിച്ചേ. അപ്പോൾ മാങ്ങ ഉണ്ടായിരുന്നു, മാങ്ങ അങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ, അതും മേടിച്ചു. പിന്നെ നൂഡിൽസ് അങ്ങനെ കുറേ സംഭവങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് വെച്ചിട്ടുണ്ട്, ഓംപ്ലേറ്റ് കിട്ടും. പിന്നെ ഒരുവിധ സ്ഥലത്തൊക്കെ കേട്ടത് ഈ മാഗി ഉണ്ടല്ലോ അതൊക്കെയാണ്. അപ്പോൾ നമ്മൾ മേടിച്ചത് ചോളാണ് കേട്ടോ വേവിച്ചത്. അതിൽ കുറച്ച് മുളക് പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് മേടിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ആനയിറങ്കൽ ഡാമിലേക്കാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കണത്. ഇടയിൽ നല്ല വിശപ്പിൻ്റെ വിളി വന്നപ്പോൾ വല്ല റെസ്റ്റോറൻറ്റും കാണുമോയെന്ന് വെച്ചിട്ട് ഇങ്ങനെ നോക്കി നോക്കി പോവായിരുന്നേ. നോക്കി നോക്കി പോയപ്പോൾ അവിടെ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു കേട്ടോ. നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് ചോറ് കഴിക്കാന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ട് കയറിയത്. പക്ഷെ ഭാഗ്യം ചോറൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആകെ ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, ചപ്പാത്തി, പൊറോട്ട അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നുള്ളൂ. കുട്ടിക്ക് കൊടുക്കാനാന്ന് പറഞ്ഞപ്പോൾ ഇഹുന് മാത്രം കുറച്ച് ചോറ് കിട്ടിയിട്ടോ. അപ്പോൾ അത് ചേച്ചി കൊടുത്തുകൊണ്ടിരിക്കവെയാണ് നമുക്ക് ഫുഡ് വന്നത്. സാധാരണ റെസ്റ്റോറൻറ്റിലേക്ക് പോയിട്ട് നീരവൻ്റെ നൂഡിൽസ് മേടിച്ച് കൊടുത്ത് അമ്മയുടെ നൂഡിൽസ് നല്ലത് എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. ഇപ്രാവശ്യം അങ്ങനെ പറഞ്ഞില്ല, ഇതാണ് സൂപ്പർ എന്ന് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഗ്ലാസിൻ്റെ ഇടയിൽ കൂടെ നോക്കുമ്പോൾ അവിടെ മാനൊക്കെ ഓടി നടന്നു കേട്ടോ. അതിനൊക്കെ ഒന്ന് വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു, പറ്റിയില്ല. നമ്മൾ വേഗം കാറിൽ കയറി പോരുകയാണ്. അങ്ങനെ ആനയിറങ്കൽ ഡാമിലേക്ക് എത്തിയപ്പോൾ പേര് പോലെ തന്നെ അവിടെ ഒരു ആന ഇറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ആനേനെയൊക്കെ കണ്ട് ഇനി സന്തോഷമായിട്ട് നമ്മൾ നേരെ കൊളുക്കുമലയിലേക്കാണ് കേട്ടോ പോവാ. എന്തായാലും ഒരു ദിവസം ഇവിടെ തന്നെ സ്റ്റേ ചെയ്യേണ്ടി വരും. കൊളുക്കുമലയുടെ അവിടെ തന്നെ ഒരു റൂമും കൂടെ നമ്മൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നേ.
അങ്ങനെ നമ്മള് സൂര്യനെല്ലിയില് റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാത്രി നമ്മൾ അവിടെ സ്റ്റേ ചെയ്ത് രാവിലെ 4:30 വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ പോണത് കൊളുക്കുമല. നമ്മുടെ വണ്ടികളൊന്നും അതിൽ കൂടെ പോവില്ല, അതുകൊണ്ട് ജീപ്പിലാണ് കേട്ടോ യാത്ര. വഴി അത്യാവശ്യം ഓഫ് റോഡാണ് കേട്ടോ. കൊളുക്കുമലയിലേക്ക് പോവാനായിട്ട് ജീപ്പിന്റെ വാടക എന്ന് പറയുന്നത് 3000 രൂപയായിരുന്നു. അങ്ങോട്ട് കയറാനുള്ള ടിക്കറ്റും കൂടെ ഈ ഫീസിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. ഈ ടിക്കറ്റ് ഇവിടെ കാണിച്ചു കൊടുത്തിട്ടാണ് നമ്മളിതാ പോയിക്കൊണ്ടിരിക്കണത്. അങ്ങനെ നമ്മൾ കൊളുക്കുമലയിൽ എത്തിയിട്ടോ. ഇങ്ങോട്ട് കയറുന്നതിനും കുറച്ച് നേരം മുന്നേ നമ്മൾ താഴേന്ന് ചായയൊക്കെ മേടിച്ച് കുടിച്ചിട്ടാണ് കേട്ടോ പോരണത്. ഇങ്ങോട്ട് വരണവര് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക, ഈ സമയത്ത് വരാണ്ടിരിക്കുകയായിരിക്കും നല്ലത്. പിള്ളേരൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് വരാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ സെപ്റ്റംബറിൽ വന്നാൽ മതി കേട്ടോ. അതായിരിക്കും കറക്റ്റ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സമയം. നമ്മുടെ വ്യൂ പോയിന്റിന്റെ അവിടെയാണ് കേട്ടോ ഒരു പയ്യൻ ഇങ്ങനെ ഫോട്ടോസിന് പോസ് ചെയ്ത് ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും അവിടെ നിൽക്കണവർക്കൊക്കെ ഇത് കണ്ടപ്പോൾ പേടിയായിട്ടോ, കാല് തെറ്റി വീഴുമെന്നായിരുന്നു പേടി. അത് മാത്രമായിരുന്നില്ല നമ്മൾ ശ്രദ്ധിച്ചത്, അവിടെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നീരവിന് ഈഹൂനും എല്ലാവർക്കും തണുപ്പ് പറ്റാണ്ട് നമ്മൾ വേഗം പിന്നെ ഇറങ്ങിയിട്ടോ. നമ്മൾ പോണത് സിംഗപ്പാറയിലേക്കാണ്. ഇനി നമുക്ക് ഒരു 100 മീറ്ററോളം സിംഗപ്പാറയിലേക്ക് നടക്കാനൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ പെട്ടു എന്ന് പറഞ്ഞാൽ മതിയിലോ, റെയിൻകോട്ടും സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല തണുപ്പായിരുന്നു. ക്ലൈമറ്റ് പിള്ളേർക്ക് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കുറച്ച് നടന്നപ്പോഴേക്കും നല്ല കാറ്റും ഭയങ്കര ശക്തിയിൽ കാറ്റും പിന്നെ 2 സൈഡിലും കൊക്ക പോലെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കൊട പിടിച്ചിട്ടാണല്ലോ നിൽക്കണത്, അതുകൊണ്ട് പറന്നു പോകണ ഒരു അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ഞാനും ചേച്ചിയും ഉണ്ണിയോളും കൂടിയിട്ട് അവിടെ നിന്നു. ചേട്ടന്മാർ മാത്രം കേട്ടോ സിംഗപ്പാറയിലേക്ക് വന്നത്. റെയിൻകോട്ട് കയ്യിൽ പിടിക്കായിരുന്നു എന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലിങ്ങനെ തോന്നിയിരുന്നു കേട്ടോ. കൊട പറന്നു പോയിട്ടായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം.
പിന്നെ അവിടെ പോയി വരുമ്പോൾ ചേട്ടന്മാരെന്നെ എന്താ പറയുക തണുത്താകെ മരവിച്ചിട്ടാട്ടോ വന്നത്. അതേപോലെ ആ വീഡിയോയും കൂടി കാണിച്ചു തന്നു. ഇതായിരുന്നു സിംഗപ്പാറ, ഇതായിരുന്നു കയറ്റം ഇറക്കം എന്നൊക്കെ പറഞ്ഞിട്ട്. സത്യം പറയാലോ, ഞങ്ങൾ പോവാന് ഭാഗ്യം എന്ന് തോന്നി. നമുക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ നല്ല തൃപ്തിയായിട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ തന്നെ ഞങ്ങൾ വണ്ടിയിലേക്ക് പോരുമ്പോൾ തന്നെ നമ്മുടെ കയ്യൊക്കെ ആകെ വീടുങ്ങലിച്ച്, നീരവിൻ്റെ കയ്യൊക്കെ ചുമന്ന് ആ കൈ തൊടുമ്പോൾ നല്ല വേദനയൊക്കെ ആയിട്ടോ. അപ്പോൾ ഞങ്ങൾക്കാകെ പേടിയായി തുടങ്ങി. ഉണ്ണോട് 2 പേരുണ്ടല്ലോ, ഇവെങ്ങനെയാണെങ്കിൽ ആ ചെറുത് എന്താവും, അതൊക്കെയായിരുന്നു നമ്മുടെ ടെൻഷൻ. എങ്കിലും കുഴപ്പമൊന്നുമില്ല. വണ്ടിയിലൊക്കെ കയറി കുറച്ച് നേരം ഇരുന്ന് ചൂടുവെള്ളമൊക്കെ കൊടുത്തപ്പോൾ അങ്ങോട്ട് സെറ്റായി കിട്ടിയിട്ടോ. വെഡിങ് ഫോട്ടോസ് അങ്ങനെയുള്ള ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയൊരു സംഭവം തന്നെയാണ് കേട്ടോ ഈ സിംഗപ്പാറ പറയണത്. പക്ഷേ നമുക്കപ്പോൾ അങ്ങോട്ട് കയറി കാണാനുള്ള ഒരു അവസ്ഥ ഉണ്ടായില്ല. അങ്ങനെ കുറച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോഴാട്ടോ ചേട്ടന്മാരിങ്ങനെ പറയണ ആൻമരിയ കലിപ്പിലാണ് സിനിമ, ഇവിടെയാണ് ഷൂട്ട് ചെയ്തേക്കണത്. പിന്നെ ചാർലി സിനിമയ്ക്ക് ശേഷമാണ് ഈ കൊളുക്കുമല ഫേമസ് ആയതെന്നാണ് ഈ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞിരുന്നത് കേട്ടോ. പിന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സിപ്പ് ലൈൻ ഇവിടെയുള്ളതെന്നും കൂടെ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി നിന്നപ്പോഴാട്ടോ ചേട്ടൻ്റെ കാലിൽ അട്ട കടിച്ചത്. നമ്മൾ അറിഞ്ഞില്ല കേട്ടോ അട്ട കടിച്ചതൊന്നും. പിന്നെ കുറച്ച് കഴിഞ്ഞ് കാലിൻ്റെ കൂടെ ബ്ലഡൊക്കെ കണ്ടപ്പോഴാണ് മനസ്സിലായത്.
അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ട് നേരെ റൂമിലേക്ക് പോയി, ഫുഡൊക്കെ കഴിച്ച് ഫ്രഷൊക്കെ ആയി റൂം വെക്കേറ്റ് ചെയ്തു. ഇനി പോവാൻ പോണത് വട്ടവടയിലേക്കാണ്. ഞങ്ങള് നേരെ ഇറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ, നേരെ പോയി. ഈ കാണുന്നത് മാട്ടുപ്പെട്ടി ഡാമാണ്. പിന്നെ അവിടുന്ന് പോണ വഴി നല്ല വിശപ്പായിട്ടോ എല്ലാവർക്കും. അപ്പോൾ ഹോട്ടല് നോക്കി, പക്ഷെ കണ്ടത് ഒരു ചെറിയൊരു തട്ടുകട പോലത്തെ ഒരു സംഭവമായിരുന്നു. 10 രൂപയുടെ മാഗിയാണ് നമുക്ക് ഉണ്ടാക്കി തന്നെങ്കിലും 50 രൂപയോളം മേടിച്ചു അവര്. എന്നാലും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ തീരെ നിവർത്തിയില്ലാത്തോണ്ട് കയറിയതാട്ടോ. പക്ഷെ ഒട്ടും വൃത്തിയില്ലാത്തൊരു സ്ഥലമായിരുന്നു. അവിടെ ഉണ്ടായിരുന്നത് ആകെ ചോറൊക്കെ ഉണ്ടായിരുന്നത് ഈ ഫ്രൈഡ് റൈസും നൂഡിൽസ് തന്നെയായിരുന്നു. നൂഡിൽസ് എന്ന് പറഞ്ഞാൽ സാധാ നമ്മൾ 10 രൂപയുടെ മാഗി, അതാണെങ്കിൽ തീരെ കൊള്ളില്ലായിരുന്നു കേട്ടോ. ഫുഡ് രണ്ടും കൊള്ളില്ലായിരുന്നു. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാട്ടോ ഇങ്ങനെ കുറേ കുരങ്ങന്മാര് എന്തോ തിന്നാൻ കിട്ടുമെന്ന് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണത്. നമ്മുടെ കയ്യിൽ കൊടുക്കാനായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ പോകണ വഴിക്കാണ് കേട്ടോ ഇങ്ങനെ ഒരു ആക്സിഡന്റ് കണ്ടത്. ശരിക്കും അവർ കൊക്ക പോലത്തെ കുണ്ടിലേക്ക് വീഴേണ്ടതായിരുന്നു. പക്ഷെ എന്തോ ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. എങ്കിലും അവരുടെ ഡോറിന്റെ സൈഡൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ട ഒരു കഴുത, അതിന് 2 കൈയും കൂടെ കൂട്ടി കെട്ടിയൊക്കെയാണ് കേട്ടോ. എനിക്കിത് കണ്ടിട്ട് ഭയങ്കര വിഷമമായി. എന്തിനാലും ഇങ്ങനെ മൃഗങ്ങളെ ദ്രോഹിക്കണ്, അവരുടെ വഴിക്ക് വിട്ടൂടെ എന്നൊക്കെ എനിക്ക് തോന്നി കേട്ടോ. ഇത് വട്ടവട പോണ വഴിക്കുള്ള ഒരു വ്യൂ പോയിന്റ് ആണേ. വ്യൂ പോയിന്റ് ഒക്കെ കണ്ടിറങ്ങുമ്പോഴേക്ക് ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വട്ടവടയിലേക്ക് പോയില്ല. ഇനിയിപ്പോൾ അവിടെ പെട്ട് കുടുങ്ങുമെന്നൊരു പേടി. ഇനിയിപ്പോൾ തിരിച്ചു പോവാന്നാണ് വിചാരിക്കണത്. അപ്പം മറയൂര് വഴി പോവാനായിട്ടാണ്. ഈ പോണ വഴിക്ക് നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ കയറിയിരുന്നു കേട്ടോ ഒരു റെസ്റ്റോറൻറ്റിൽ. ഒരു 6 മണി ആ സമയത്തൊക്കെ നമ്മൾ കയറിയത്. വേറെ ഒന്നുമല്ല, ഇനി പോണ വഴി എന്ന് പറയുന്നത് വലിയൊരു കാടും കാര്യങ്ങളൊക്കെയാണ്. അവിടെ ഇങ്ങനെ കടകളും ഹോട്ടലും ഒന്നും ഇല്ലാത്തതാണ്.
മറയൂര് വഴി പൊള്ളാച്ചി പാലക്കാട് ആ ഒരു റൂട്ട് കൂടെ പോകാനാണ്. അതോട് നമ്മൾ മൂന്നാർ ടൗണിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് പിന്നെ മറയൂര് വഴി വിട്ടു കേട്ടോ. ഫുഡ് അടിക്ക് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നല്ലോണം വർക്കൊക്കെ വന്നു കേട്ടോ. അപ്പോൾ നമ്മളവിടെ കിടന്ന് തുടങ്ങി. പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ ബൈ, സീ യു.